ഹലോ ആൻഡ് വെൽക്കം ടു ഫിനാൻഷ്യൽ ടൈഡിങ്സ് മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെഗ് അല്ലെങ്കിൽ PEG റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓൺ ടു ഡെഫിനേഷൻ. നമ്മൾ PE റേഷ്യോ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, അപ്പോൾ അതെന്തായാലും നമുക്ക് മനസ്സിലായി. ഇനി നമുക്കുള്ളത് പെഗ് അല്ലെങ്കിൽ PEG റേഷ്യോ എന്താണ്? ദറ്റ് ഇസ് PE റേഷ്യോ ഡിവൈഡഡ് ബൈ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളിങ്ങനെ പറയുന്നത് പെഗ് റേഷ്യോ ഈക്വൽ ടു പി റേഷ്യോ ഡിവൈഡ് ബൈ ഗ്രോത്ത് റേറ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി ഒരു ലിമിറ്റേഷൻ ഓഫ് പി റേഷ്യോ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? പി റേഷ്യോ ക്യാൻ നോട്ട് ടേക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് റേറ്റ് ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനെ സോൾവ് ചെയ്യാനാണ് ഈ പെഗ് റേഷ്യോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, so the PEG ratio adjusts a traditional P ratio by taking into account the growth rate in earnings per share that are expected in the future. നമ്മൾ പി റേഷ്യോ എടുക്കുക, എന്നിട്ട് ഗ്രോത്ത് റേറ്റും കൂടെ അതിനകത്ത് ആ ഫോർമുലയിൽ അക്കൗണ്ട് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? പെഗ് റേഷ്യോ കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, this can help adjust companies that have a high growth rate and a high price to earnings ratio. അപ്പോൾ ഇവിടെ നമ്മൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്? അപ്പോൾ ചില കമ്പനീസിന് നല്ല ഹൈ പി റേഷ്യോ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ, ഈ കമ്പനി ഭയങ്കര ഓവർ വാല്യൂഡ് ആണ്, അപ്പം ഇത് ഇപ്പം മേടിക്കുന്ന നല്ലൊരു ഡിസിഷൻ അല്ലായിരിക്കും, അതിൻ്റെ പ്രൈസ് കുറേ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെ. പക്ഷേ ഇഫ് ദ കമ്പനി ഈസ് ഹാവിങ് റിയലി ഹൈ ഗ്രോത്ത് റേറ്റ്, അപ്പോൾ ആ കമ്പനിയുടെ ഹൈ പി റേഷ്യോ ക്യാൻ ബി ജസ്റ്റിഫൈഡ്. മീൻസ് അതിൻ്റെ പ്രൈസ് നല്ല ഹൈ ആവാൻ റീസൺ ഉണ്ടല്ലേ. ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ആ കമ്പനീനെ പറ്റി നല്ല ഹോപ്പ്ഫുൾ ആണ്. ദേ റിയലി ബിലീവ് ദാറ്റ് ദി കമ്പനി ഈസ് ഗോയിങ് ടു പെർഫോം റിയലി വെൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ എന്തായാലും ആ കമ്പനിയുടെ ഹൈ പി റേഷ്യോ ഡസ് നോട്ട് മീൻ ദാറ്റ് ദ കമ്പനി ഈസ് ഓവർ വാല്യൂഡ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹൈ പി റേഷ്യോ കാണുമ്പോൾ ഇത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ ആകെ ഒന്ന് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനും വേണ്ടിയാണ് പെഗ് റേഷ്യോ നോക്കുന്നത്. If a company's PE and the expected growth rate are equal, so imagine the company's P ratio is 20 and imagine the expected growth rate is 20%. Okay, അപ്പോൾ 20 divided by 20 എന്താണ്? 1, because രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കമ്പനീസ് നമ്മൾ പറയും ഫെയർലി വാല്യൂഡ് കമ്പനീസ് ആൻഡ് ദ പെഗ് റേഷ്യോ വിൽ ബി 1. Now, if a company's PEG ratio exceeds 1, then it is overvalued. ഇതൊക്കെയാണോ? മീൻസ് പി റേഷ്യോ ഡിവൈഡഡ് ബൈ ഗ്രോത്ത് റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അത് വെച്ചാൽ ഇമാജിൻ പി റേഷ്യോ ഒരു 50, ഒരു 50 ആണെന്ന് വിചാരിക്കുക, ആൻഡ് ഗ്രോത്ത് റേറ്റ് ഒരു 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 50 ഡിവൈഡ് ബൈ 20 എന്താണ് കിട്ടുക? 2.5 അല്ലേ. ഓക്കെ, അപ്പോൾ 2.5 എന്തായാലും 1നേക്കാളും ഗ്രേറ്റർ ആണ്, വലുതാണ്. സോ in that case the company will be considered overvalued. Now a stock with a PEG അല്ലെങ്കിൽ PEG of less than 1 is considered undervalued. അപ്പോൾ ഒരു കമ്പനിയുടെ പി റേഷ്യോ വളരെ ഹൈ ആണെന്ന് വിചാരിക്കുക, പക്ഷെ എൻ്റെ ഗ്രോത്ത് റേറ്റ് അതിനേക്കാളും ഹൈ എന്ന് വിചാരിക്കുക. അപ്പോൾ പെഗ് റേഷ്യോ എന്ത് പറ്റും? പി റേഷ്യോ ഡിവൈഡ് ബൈ ഗ്രോത്ത് റേറ്റ് വിൽ ബി ലെസ് ദാൻ 1 അല്ലേ. അപ്പം ദ കമ്പനി വുഡ് ബി കൺസിഡർഡ് ആസ് അണ്ടർവാല്യൂഡ് ഈവൻ ഇഫ് ദ PE റേഷ്യോ ഇസ് ഹൈ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു രണ്ട് കമ്പനി എ കമ്പനി ബി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമാജിൻ ഒരു കമ്പനി എയുടെ പ്രൈസ് പെർ ഷെയർ 100 റുപ്പീസ് എന്ന് വിചാരിക്കുക, കമ്പനി ബിയുടെ പ്രൈസ് പെർ ഷെയർ 200 റുപ്പീസ് എന്ന് വിചാരിക്കുക. ഈ പ്രൈസ് പെർ ഷെയർ എന്താ? ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ്. നമ്മൾ ഈ TVയിലൊക്കെ കാണില്ലേ, ഇപ്പോൾ വിപ്രോ, ഇൻഫോസിസ് അല്ലെങ്കിൽ റിലയൻസ്, ഇതിൻ്റെ ആ പേരിൻ്റെ അപ്പുറത്തന്നെ ഒരു പ്രൈസ് കാണും, അതല്ലേ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്, അതാണ് ഈ പ്രൈസ് പെർ ഷെയർ. ഓക്കെ, അപ്പോൾ ഇമാജിൻ കമ്പനി എയുടെ പ്രൈസ്, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്താണ്? 100 റുപ്പീസ്. കമ്പനി ബിക്കോ 200 റുപ്പീസ്. ഈ രണ്ട് കമ്പനിയും ഇമാജിൻ, ജസ്റ്റ് ആലോചിക്കുക, ഇമാജിൻ ദേ ആർ ഹാവിങ് ദ സെയിം ഏർണിങ്സ് പെർ ഷെയർ. ഓക്കെ, അപ്പം നമ്മൾ പ്രൈസ് ഡിവൈഡ് ബൈ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? കമ്പനി എയുടെ പി റേഷ്യോ ആസ് 20 ആൻഡ് കമ്പനി ബിയുടെ PE റേഷ്യോ ആസ് 200 ഡിവൈഡ് ബൈ 5 വിച്ച് ഇസ് 40 അല്ലേ. ഇവിടെ നോക്കിയേ, കമ്പനി ബിയുടെ പി റേഷ്യോ 40, കമ്പനി എയുടെ പി റേഷ്യോ 20. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക? ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ പി റേഷ്യോ ഏതാണ് കുറവ്? ദാറ്റ് കുഡ് ബി അണ്ടർ വാല്യൂഡ്. അപ്പം നമുക്ക് കമ്പനി എയുടെ ഷെയർസ് പോയി മേടിക്കാം, ബിക്കോസ് രണ്ട് കമ്പനിക്ക് സെയിം ഏർണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി എക്ക് ജസ്റ്റ് 100 റുപ്പീസ് മുടക്കിയാൽ മതി, പക്ഷേ കമ്പനി ബിയുടെ ഒരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ 200 റുപ്പീസ് മുടക്കണം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കമ്പനിയുടെ പുറകെ പോകുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ ഒരു അനാലിസിസ് കറക്റ്റ് ആണോ? എപ്പോഴും കറക്റ്റ് ആണെന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് ഗ്രോത്ത് റേറ്റിനുള്ള ഫാക്ടർ നോക്കേണ്ടത്. ജസ്റ്റ് ഇമാജിൻ കമ്പനി എയുടെ ഗ്രോത്ത് റേറ്റ് 10% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കമ്പനി എ ഗ്രോ ചെയ്യുന്ന റേറ്റ് 10% ആയിരിക്കും. ആൻഡ് കമ്പനി ബി
ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക 50% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ കമ്പനി ബി ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുക. ഓക്കെ, അപ്പം നോക്കിയേ ഈ പെഗ് റേഷ്യോക്ക് എന്താ സംഭവിക്കുന്നത്? സംഭവം തിരിഞ്ഞു പോയി അല്ലേ. 40/50 gives 0.8 ആൻഡ് ഈ 0.8 നമ്മൾ നേരത്തെ പറഞ്ഞ 1-നേക്കാളും കുറവല്ലേ. അപ്പം ഇപ്പം നോക്കുമ്പോൾ കമ്പനി ബി ഇതേ അണ്ടർ വാല്യൂഡ് ആയി. പക്ഷെ കമ്പനി എ നോക്കിയേ 20/10 which is equal to 2 which is greater than 1. അപ്പോൾ കമ്പനി എ ബിക്കെയിം ഓവർ വാല്യൂഡ്. അപ്പോൾ നമ്മൾ അയ്യോ കമ്പനി എ വാങ്ങിക്കണോ കമ്പനി ബി വാങ്ങിക്കണോ? പി റേഷ്യോ നോക്കുമ്പോൾ കമ്പനി എ ആണ് അണ്ടർ വാല്യൂഡ്. ഇ ജി ദാറ്റ് ഈസ് പെഗ് റേഷ്യോ നോക്കുമ്പോൾ കമ്പനി ബി ആണ് അണ്ടർ വാല്യൂഡ്. ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ റേഷ്യോ കൊണ്ട് തന്നെയാണ് പെഗ് റേഷ്യോ എടുക്കുന്നത്. സോ ദിസ് റേഷ്യോ ഈസ് ഹെൽപ്ഫുൾ for those companies which have high PE ratio and high growth rate. അപ്പോൾ നമുക്ക് ഗ്രോത്ത് റേറ്റും കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും why this company is having high PE ratio. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മേ ബി ദ ഇൻവെസ്റ്റേഴ്സ് ആർ റിയലി ഹോപ്പ്ഫുൾ. എല്ലാവർക്കും നല്ല അഭിപ്രായം കാണും ഈ കമ്പനീനെ പറ്റി. അതായിരിക്കും ഇതിൻ്റെ പ്രൈസ് കൂടാൻ കാരണം. ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം വാട്ട് ദിസ് റേഷ്യോ സേസ്, നമ്മൾ 200 rupees മുടക്കിയാൽ പോലും ഇറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ വാല്യൂഡ് ബിക്കോസ് ഈ കമ്പനി അത്രയ്ക്കും ഫാസ്റ്റാണ് ഗ്രോത്ത് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി നമുക്ക് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ 50% ഗ്രോത്ത് റേറ്റ്, 10% ഗ്രോത്ത് റേറ്റ് ഒക്കെ കണ്ടു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? നമ്മൾ ഒരു ഇയറിലെ ഏർണിങ്സ് എടുക്കുക, എന്നിട്ട് അടുത്ത വർഷത്തെ ഏർണിങ്സ് എടുക്കുക, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഏർണിങ്സ് എടുക്കുക, ആൻഡ് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക ആൻഡ് ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ എമൗണ്ട് 10 rupees. നമ്മൾ ഈ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് മാത്സിൽ പഠിക്കില്ലേ, ആ സെയിം സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗ്രോത്ത് റേറ്റ് ഈക്വൽ ടു 12 - 10 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എത്രയായിരുന്നു? 10. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ്? അതിനുവേണ്ടി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 12 - 10 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് 2/10 ഇൻറ്റു 100 ജസ്റ്റ് 20%. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ വായിക്കുമ്പോൾ യു വിൽ ബി ഏബിൾ ടു മേക്ക് മോർ ഇൻഫോംഡ് ഡിസിഷൻസ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഇസ് ട്രെയിലിംഗ് PEG ആൻഡ് ഫോർവേഡ് PEG. നമ്മൾ ഈ പി റേഷ്യോയുടെ എക്സാമ്പിൾ കാണുമ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലേ, ട്രെയിലിംഗ് പി റേഷ്യോ ഉണ്ട്, ഫോർവേഡ് പി റേഷ്യോ ഉണ്ട്. ട്രെയിലിംഗ് പി റേഷ്യോ എന്തായിരുന്നു? മറന്നവർ പെട്ടെന്ന് പി റേഷ്യോയുടെ വീഡിയോ പോയി കാണുക, എന്നിട്ട് വേണം പെഗിൻ്റെ ഈ ഒരു എപ്പിസോഡ് കാണാൻ. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ട്രെയിലിംഗ് പി റേഷ്യോ എന്തായിരുന്നു? നമ്മൾ ലാസ്റ്റ് 12 monthsൻ്റെ ഏർണിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഫോർവേഡ് പി റേഷ്യോ നമ്മൾ വരാൻ പോകുന്ന 12 months അല്ലെങ്കിൽ വരാൻ പോകുന്ന മന്ത്സിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുക അല്ലേ, ബിക്കോസ് ഏർണിങ്സ് വന്നില്ലല്ലോ. ഇനി ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നമുക്കൊരു ഡെഫിനറ്റ് ആൻസർ ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മളൊരു എസ്റ്റിമേറ്റ്, ഒരു ഗസ് ചെയ്യാണ്, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഫോർവേഡ് പി റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ സെയിം അണ്ടർസ്റ്റാൻഡിങ് പെഗ് റേഷ്യോയിലുണ്ട്, ട്രെയിലിംഗ് പെഗ് റേഷ്യോ ആൻഡ് forward peg ratio. So trailing peg ratio relies on past performance and forward peg ratio relies on estimates for the future. Now ഈ പെഗ് റേഷ്യോയ്ക്കും കുറേ ഡിഫറൻസസ് വരാം അല്ലേ, ബിക്കോസ് നമ്മൾ എത്ര നാളത്തെ ഏർണിങ്സ് ആണ് എടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ലൈക്ക് ഓരോ അനലിസ്റ്റിനും ഓരോ സ്റ്റൈലായിരിക്കും അല്ലേ. ഇപ്പോൾ ചിലവർ 1 year എടുക്കുമായിരിക്കും, ചിലർ 3 year ഗ്രോത്ത് റേറ്റ് എടുക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഡിഫറൻസ് വരാം ആ ഗ്രോത്ത് റേറ്റിനുള്ള ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ. ഗ്രോത്ത് റേറ്റ് എന്താണ്? The estimated growth of the company in the upcoming year or years. ചിലപ്പോൾ അത് 1 year ആയിരിക്കും, ചിലപ്പോൾ 3 years ആയിരിക്കും. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും പെഗ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ്. പക്ഷേ പെഗ് റേഷ്യോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗ്രോത്ത് റേറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പെഗ് റേഷ്യോ എന്തായാലും മാറില്ല, ബിക്കോസ് പി റേഷ്യോ ഡിവൈഡ് ബൈ ഗ്രോത്ത് റേറ്റ് ആണ് പെഗ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചില ചേഞ്ചസ് വരാം. ഓക്കെ, ചില വെബ്സൈറ്റിൽ നമുക്ക് വേറെ വേറെ പെഗ് റേഷ്യോസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ദേ ആർ കാൽക്കുലേറ്റഡ് ഫോർ ഡിഫറെൻറ്റ് ഗ്രോത്ത് റേറ്റ്സ് pertaining to different number of projected years. ഇത്രേ ഉള്ളൂ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് സിമ്പിൾ ആയെന്നേ ഉള്ളൂ. പെഗ് റേഷ്യോ എന്താണ്? പി റേഷ്യോ ബൈ ഗ്രോത്ത് റേറ്റ്. ഈ ഗ്രോത്ത് റേറ്റ് നമുക്ക് അടുത്ത വർഷത്തെ ഗ്രോത്ത് റേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വരുന്ന 5 വർഷത്തെ ഗ്രോത്ത് റേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത 3 വർഷത്തെ ഗ്രോത്ത് റേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതാണ് ദ ഡിഫറൻസ് ഇൻ ദ ഡിഫറെൻറ്റ് PEG പെഗ് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ പെഗ് റേഷ്യോ ഡിസ്കസ് ചെയ്തു, ആൻഡ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പെഗ് റേഷ്യോ ഇസ് കൺസിഡർഡ് ടു ബി എൻ ഇൻഡിക്കേറ്റർ ഓഫ് എ സ്റ്റോക്സ് ട്രൂ വാല്യൂ ആൻഡ് ഇസ് സിമിലർ ടു PE ratio. Okay, a lower peg ratio may indicate that the stock is undervalued. പിന്നെ നമുക്ക് എന്താ മനസ്സിലായി? ആഡിങ് എ കമ്പനീസ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഇൻ ടു ദ റേഷ്യോ helps to adjust the result for companies
that may have a high growth rate and a high PE ratio. ഇപ്പോൾ ഒരു കമ്പനിക്ക് വളരെ ഹൈ PE ratio ആണെന്ന് വിചാരിക്കുക. ആ കമ്പനിക്ക് വളരെ ഹൈ ഗ്രോത്ത് റേറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ദ ഹൈ PE ratio ക്യാൻ ബി ജസ്റ്റിഫൈഡ്. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പം ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, share this, and also subscribe to our channel Financial Tidings Malayalam for more such updates. Thank you and goodbye.